ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഒക്കെ വാങ്ങുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടി പോവാണ്. അതായത് ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്മോൾ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഒക്കെ ഒരു 1 ഡേയിലേക്ക് ഇപ്പം വാങ്ങാൻ പോകുന്ന ആളുകൾക്ക് ഒരു 1 ഡേയിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കിട്ടും. അതായത് 1 ഡേ ഓണറായിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ അതിന് കുറേ അഡ്വാൻറ്റേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ആ ഒരു വെഹിക്കിൾ സാറ്റിസ്ഫൈഡ് ആണോ അങ്ങനെ വേണ്ടിയുള്ള കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ പർപ്പസിനൊക്കെ കറക്റ്റായിട്ട് ആപ്റ്റ് ആയിട്ടുള്ള വെഹിക്കിൾ ആണോ അങ്ങനെ വേണ്ടിയുള്ള കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. അപ്പോൾ എന്നാലും ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാം. ബാ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ടാറ്റ ഷോറൂമിലെ TL ഉണ്ട്, ബിന്ദു മാം. ഹായ് മാം. ഹായ് മാം. എങ്ങനെയുണ്ട് വൺ ഡേ ഓണർഷിപ്പിൽ ഒരുപാട് ആളുകൾ വന്ന് വണ്ടികൾ എടുത്തിട്ട് പോകാറുണ്ടോ? അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അറിയാൻ വേണ്ടിയാണ്. എനിക്ക് പുതിയൊരു അറിവായിരുന്നു. ആണ്, ഇല്ല തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഞങ്ങളാണ് ഫസ്റ്റ് ഇങ്ങനെ ഒരു വണ്ടി ഓണർഷിപ്പ് എന്നുള്ള വെഹിക്കിൾ, രജിസ്റ്റർഡ് വെഹിക്കിൾ എന്നുവെച്ചാൽ ന്യൂ വെഹിക്കിൾസ് എന്ന് വെച്ചാൽ രജിസ്റ്റർഡ് അല്ലാത്ത ഒരു വെഹിക്കിൾ രജിസ്റ്റർഡ് എന്ന കമ്പനിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത വെഹിക്കിളാണ് നമ്മൾ യൂസ് ചെയ്യണത്. അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ഓരോരുത്തർക്കും ഓരോ യൂസ് ആയിരിക്കും. അപ്പോൾ അവരുടെ ആപ്ലിക്കേഷനും അവരെ നീടും അത് എത്ര ദൂരം പോകാൻ പറ്റും, എത്ര മൈലേജ് കിട്ടും, എത്ര കംഫർട്ട് ഉണ്ട്, അപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് വെച്ചിട്ട് ഓടിച്ച് ഒരു ദിവസം അവരുടെ ലോഡിന് ഇത് പറ്റുമോ എന്ന് നോക്കിയിട്ട് മാത്രം പുതിയ വെഹിക്കിൾ എടുത്താൽ മതി. ഇനി പുതിയ വെഹിക്കിൾ എടുത്തിട്ട് ഒരു ബുദ്ധിമുട്ടാവണ്ട. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ നമ്മളൊരു ഇത് കൊടുക്കും, ട്രയൽ ഒരു ദിവസം ഒരു മുതലാളിയായിട്ടൊക്കെ ഇരിക്കാം തീർച്ചയായിട്ടും. അതിനുശേഷം ഒരു ഡ്രൈവർക്കല്ല, ഇപ്പം ഒരു കമ്പനി ആണെങ്കിൽ ഒരുപാട് ഡ്രൈവേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഓടിക്കാം. അപ്പോൾ എത്ര കിലോമീറ്റർ കിട്ടും. നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്ന യോധ, ഇൻട്രയിൽ തന്നെ V30, V50, ദെൻ നമ്മളുടെ EV ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത്. കാരണം EV എന്ന് പറഞ്ഞൊരു ഏസിലൊരു പുതിയൊരു ഇതാണ്. നമുക്ക് നല്ലൊരു ഫീഡ്ബാക്ക് ഉണ്ട്. EV ഇപ്പോൾ പർപ്പസിലേക്ക് എത്ര റേഞ്ച് കിട്ടുന്നു ഞാനൊരു യൂസർ ഫീഡ്ബാക്ക് എടുത്തിട്ടുണ്ട്. വിത്ത് ലോഡിൽ 125 ആണ് അവർ കിട്ടുന്നതെന്നാണ് പറഞ്ഞത്. അതുപോലെ ലാഭം ഈ പറഞ്ഞൊരു പെർ കിലോമീറ്റർ ₹1. തീർച്ചയായിട്ടും അത് കറക്റ്റാണ്. നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ ഹാപ്പിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചില കസ്റ്റമേഴ്സിന് ഡൗട്ട് ഉണ്ടാവും, കാരണം EV വന്നിട്ട് എങ്ങനെയുണ്ട്, അപ്പോൾ അവരുടെ ലോഡ് കയറ്റാൻ പറ്റുമോ, നമുക്ക് എത്ര ദൂരം പോവാം, ഇത് വണ്ടിക്ക് വലിയ ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. കാരണം ട്രക്കിൽ മെയിനായിട്ട് പിക്കപ്പ് ഉണ്ടാവുമോ, വലിയ ഉണ്ടാവും, ലോഡ് കയറ്റിയാൽ എങ്ങനെ ഉണ്ടാവും, അതൊക്കെ ഒരു ഭയങ്കര ഡൗട്ടാണ്. അപ്പോൾ അതിനെല്ലാം ഈ വൺ ഓണർഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെല്ലാം ആൻസറായി. അപ്പം അവർക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ചെയ്യാം. പിന്നെ അതേപോലെ ഇതിന് എന്തെങ്കിലും ഗൈഡ് ലൈൻസ് എന്തെങ്കിലും ഉണ്ടോ? ലൈക്ക് ഇപ്പം എന്തെങ്കിലും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട പേപ്പേഴ്സ് കാര്യങ്ങൾ? തീർച്ചയായിട്ടും ഉണ്ട്. അതായത് നമ്മൾക്കൊരു ഫോമാറ്റ് ഉണ്ട് ഈ വണ്ടി ഓണർഷിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ കമ്പനി ആണെങ്കിൽ കമ്പനിയുടെ അവിടെ നിന്ന് സീല് വെച്ച് തരണം ആ ഫോമാറ്റിൽ. കൂടാണ്ട് അതിൻ്റെ പ്രൂഫ് സബ്മിറ്റ് ചെയ്യണം, GSTയും ആധാറും. ഇൻഡിവിജ്വൽ ആണെങ്കിൽ ആധാർ മാത്രം മതി. അപ്പോൾ കസ്റ്റമർ പറയുക വണ്ടി അവിടെ തരണം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ കൊണ്ടുപോയി കൊടുക്കും, അല്ലെങ്കിൽ കസ്റ്റമർ ഇവിടെ വന്ന് കളക്ട് ചെയ്യാം. യൂസ് കഴിഞ്ഞ് നമ്മളെ വിളിച്ച് പറഞ്ഞാൽ നമ്മൾ പോയി കളക്ട് ചെയ്യും, അല്ലെങ്കിൽ കസ്റ്റമർ ഇവിടെ. അപ്പം വണ്ടിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം അങ്ങ് എടുക്കുന്നയാളെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ സേഫായിട്ട് യൂസ് ചെയ്യാന്നുള്ളത് അവരുടെ. അതെ തീർച്ചയായിട്ടും. അതിപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ യൂസ് ചെയ്യും. അങ്ങനെ ഒരു ഇത് നമുക്ക് ബുദ്ധിമുട്ട് ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്ത് എടുത്തേക്കുന്ന എല്ലാ കസ്റ്റമറും ഹാപ്പിയാണ്. അവർക്ക് ഇങ്ങനെയൊരു ഇത് ആദ്യത്തെ ഒരു ഇതായിരിക്കും, ഒരു അനുഭവമായിരിക്കും കസ്റ്റമേഴ്സിനൊക്കെ. അപ്പോൾ എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം സെയിൽ. അതും വിത്ത് ലോഡിലൊക്കെയാണ് എല്ലാവരും ടെസ്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അതായത് രാവിലെ അവർ ഇപ്പോൾ ഒരു വെഹിക്കിൾ, ഇപ്പോൾ അവർക്ക് എക്സിസ്റ്റിംഗ് വെഹിക്കിൾ ഉണ്ടാവും, ആ വെഹിക്കിൾ എത്ര ലോഡ് കൊണ്ടുപോകണം. അപ്പോൾ ഈ EV എടുത്തു കഴിഞ്ഞാൽ ആ സെയിം ലോഡ് തന്നെ കൊടുത്തിട്ട് ഒരു ദിവസം കംപ്ലീറ്റ് അവർ ഒരു ദിവസത്തെ റുട്ടീൻ ഉണ്ടാവില്ല, അത് കംപ്ലീറ്റ് ചെയ്തിട്ട് അവർക്ക് പറ്റുമോ ഇല്ലയെന്നോ അതനുസരിച്ച് അവർക്ക് അറിയാൻ പറ്റും. ചെക്ക് ചെയ്യും. ചിലപ്പോൾ ഒരു ദിവസം വേണ്ടി വരും, ചിലപ്പോൾ 2 ദിവസം വേണ്ടി വരും. അത് കസ്റ്റമറിൻ്റെ ചോയ്സാണ്. നമ്മൾ അതനുസരിച്ച് പ്ലാൻ ചെയ്ത് കസ്റ്റമർക്ക് കൊടുക്കും. കൊള്ളാം, നല്ലൊരു ആശയമാണ്. എടുക്കാൻ പോകുന്നവരൊക്കെ എപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്, പ്രത്യേകിച്ച് കൊമേഴ്ഷ്യൽ വാഹനം ആകുമ്പോഴത്തേക്ക്. തീർച്ചയായിട്ടും അവർ ഓരോരുത്തരുടെ ഡ്രൈവറെ കംഫർട്ടും ഇപ്പം നമുക്കിപ്പം V30ലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഒരു പവർ സ്റ്റിയറിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പവർ സ്റ്റിയറിംഗ് ഒക്കെ വെച്ചിട്ട് V30 പവർ സ്റ്റിയറിംഗ് മാത്രമല്ല ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് ആണ്. കാരണം ഞങ്ങളുടെ V30യിൽ മാത്രമാണ് അങ്ങനെ ഒരു പവർ സ്റ്റിയറിംഗ്. അത് ഭയങ്കര സ്മൂത്താണ്, കൂടാണ്ട് നല്ല മൈലേജും കിട്ടും. ഒറ്റ വരലോണ്ട് നമുക്ക് വെഹിക്കിൾ. ആ ഒരു ഇപ്പോൾ കൊമേഴ്ഷ്യൽ വാഹനം എല്ലാവരും ഒരു മെക്കാനിക്കൽ സ്റ്റിയറിംഗിൽ നിന്ന് പിന്നെ പവർ സ്റ്റിയറിംഗിലേക്ക് വരും. അതൊക്കെ ഒരു എക്സ്പീരിയൻസ്. അതല്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ, നേരത്തെ വെച്ചാൽ കമേഴ്ഷ്യൽ വെഹിക്കിൾ പക്ക ലോഡ് എടുക്കുക എന്നുള്ളത്. ഇപ്പോൾ കാർ ലൈക്ക് കംഫർട്ടാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാറിൻ്റെ ആ കംഫർട്ടും കിട്ടണം, ട്രക്കിൻ്റെ സ്ട്രെങ്ത്തും കിട്ടണം. അതാണ് നമ്മുടെ ഇൻട്രാ V30യിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. നല്ല മൈലേജും ഉണ്ട്, നന്നായിട്ട് ലോഡ് എടുക്കാം, നല്ല പിക്കപ്പ് ഉണ്ട്, ടോർക്കൊക്കെ നല്ലപോലെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് നമ്മുടെ ഇപ്പോൾ വെഹിക്കിളിൽ. അപ്പോൾ എന്തായാലും വൺ ഡേ ഓണർഷിപ്പിൻ്റെ കുറേ ഡീറ്റെയിൽസ് നമുക്ക് മാം പറഞ്ഞു തന്നു. അപ്പം എനിക്കിനി ഒന്ന് ഈ വെഹിക്കിൾസ് ഒന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. എല്ലാ വെഹിക്കിളും നമുക്ക് അവൈലബിൾ ആണ്. V30 ഉണ്ട്, യോധയുണ്ട്, V50, EV എല്ലാ വെഹിക്കിളും അവൈലബിൾ ആണ്. നമ്മൾ വരുവാണെങ്കിൽ നമുക്കത് റെഡി. മാം ഇവിടെ എല്ലാ വെഹിക്കിളും അവൈലബിൾ ആണ്. ഇപ്പോൾ കസ്റ്റമർ വരികയാണെങ്കിൽ ഇപ്പം ഓൾറെഡി ഡെമോ വെഹിക്കിൾസ് ഉണ്ട്, പിന്നെ അതുകൂടാണ്ട് ടെസ്റ്റ് ഡ്രൈവ് എടുക്കാം. 1 ഡേ ഓണർഷിപ്പിന് അവൈലബിൾ ആണ്. മാമിന് ഏത് വെഹിക്കിളാണ്? V30 ആണോ, V50 ആണോ? എല്ലാം നമ്മൾ റിവ്യൂവിനും ടെസ്റ്റ് ഡ്രൈവിനും ഒക്കെ നമ്മൾ എടുത്തിട്ടുള്ളതാണ്. ഓക്കെ. പക്ഷേ ഇൻട്രാ V30യിൽ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഇത് BS6ൻ്റെ സെക്കൻഡ് ഫേസാണ് വരുന്നത്.
അപ്പോൾ അറിയാമല്ലോ പൊല്യൂഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിനകത്ത് ചെറിയ മാറ്റങ്ങൾ വരുത്തിയെന്ന് വെച്ചാൽ BS6 140 ആയിരുന്നു ടോർക്ക്, അപ്പോൾ അത് 160 ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി പുള്ളിയും കൂടുതലായിരിക്കും. കസ്റ്റമേഴ്സ് എപ്പോഴും ആദ്യം ഇവിടെ വരുമ്പോൾ വലിയ വണ്ടിയുണ്ടോ എന്നാണ് ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് പുള്ളിങ് ഭയങ്കരമായിട്ട് കൂട്ടിയിട്ടുണ്ട്. ദെൻ ഇതിൻ്റെ ഹെഡ് ലാംപ്സ് സാധാരണ കമേഴ്ഷ്യൽ വെഹിക്കിൾ 90 മീറ്റേഴ്സാണ് വരിക. ഇത് 120 മീറ്റേഴ്സ് നമുക്ക് ദൂരെയുള്ള കാഴ്ചകൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അത് എസ്പെഷ്യലി നൈറ്റ് ഡ്രൈവും ഏർലി മോർണിംഗ് ഡ്രൈവും അങ്ങനെയാണ് കൂടുതലും ഇത് വരിക. പിന്നെ ഇതിനകത്ത് ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ഇൻട്രയിൽ കാരണം അത്രയും സ്മൂത്താണ്, കൂടാണ്ട് മൈലേജ് കൂടുതൽ കിട്ടും. പിന്നെ ഗിയർ ഷിഫ്റ്റ് അഡ്വൈസർ, അത് പല കസ്റ്റമേഴ്സിനും എന്താണെന്നുള്ളത്, അതായത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഏത് ഗിയറിൽ ഇടണം എന്നുള്ള ഇൻഡിക്കേഷൻ വെഹിക്കിൾ തന്നെ തരും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്യൂവൽ വേസ്റ്റേജ് ഉണ്ടാവില്ല, മൈലേജ് കൂടുതൽ കിട്ടും. അതുകൂടാണ്ട് ഇക്കോ സ്വിച്ച് ഉണ്ട്. ഇക്കോ സ്വിച്ച് മീൻസ് ലോഡ് ഇല്ലാത്ത സമയത്ത് എപ്പോഴും വൺ സൈഡായിരിക്കും ലോഡ് വരിക, അതർ സൈഡ് ലോഡ് ഇല്ലാണ്ടാണ് വരിക. അപ്പോൾ ആ സമയത്ത് ഇക്കോ സ്വിച്ച് യൂസ് ചെയ്യാം. പിന്നെ ഹൈവേയിലൂടെയൊക്കെ പോകുമ്പോൾ 1500 kg ആണെങ്കിൽ ഇക്കോ സ്വിച്ച് യൂസ് ചെയ്യാം. ഫ്ലാറ്റ് ടോർക്ക് കൂടുതലാണ്. അപ്പോൾ അത് മാത്രമല്ല, വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കമേഴ്ഷ്യൽ വെഹിക്കിളിൽ ഈ കാസിലൊക്കെ പോയി ഫയർ റേറ്റിംഗ് ഇതിന് കിട്ടിയിരിക്കുന്ന പെൻഡുലം ക്രാഷ് ടെസ്റ്റ് പാസ്സായ വെഹിക്കിളാണ് ഇൻട്രാ V30. പിന്നെ ടിപ്പർ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചേസ് വരുന്നത് ഹൈഡ്രോഫോമിക് ചേസാണ്. നട്ട് ബോൾട്ട് വെൽഡിംഗ് ഒക്കെ വളരെയധികം കുറവാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര സ്ട്രോങ് ആണ് വെഹിക്കിൾ. ബാക്ക് സൈഡിലാണെങ്കിൽ നമുക്ക് 8 16 ലീഫ് ഉണ്ട്. അപ്പോൾ അത്രയും ലോഡ് കയറിയാലും നല്ല സ്റ്റിഫായിട്ട് നിൽക്കും, വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പിന്നെ ഇൻട്രയൊക്കെ വളരെ കുറവായിട്ടാണ് ഓഫ് റോഡ് കംപ്ലയിൻസ് ഒക്കെ വരുന്നത്. പിന്നെ സർവീസ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നമ്മൾ കൊടുക്കും. അത് മാത്രമല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടം ലോങ് കൊണ്ടുപോകാൻ അടിപൊളിയാണ്. അതെ തീർച്ചയായിട്ടും. ഇത് കൂടുതലും നമ്മൾ കട്ടപ്പന, മൂന്നാർ ഏരിയയിലൊക്കെ പച്ചക്കറി അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എൻ്റെ 2-3 കസ്റ്റമേഴ്സൊക്കെ ഉണ്ട്. 2-3 നല്ല ഒത്തിരി ഉണ്ട്, എന്നാലും എനിക്ക് അറിയാവുന്ന എന്ന് വെച്ചാൽ കൂടുതൽ അടുത്തുള്ള 2-3 കസ്റ്റമേഴ്സ് ബോംബെ, പിന്നെ ഹൈദരാബാദ് അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ വേറെ വെഹിക്കിൾസ് യൂസ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അത് കൊടുത്തിട്ട് എൻ്റെ അടുത്ത് തന്നെ വന്ന് ഇൻട്ര എടുത്തു. അപ്പോൾ ഇൻട്ര ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് ഈ വൺ ഡേ ഓണർഷിപ്പിൽ വരുമ്പോഴേക്കും ആളുകൾ കൂടുതലും ചൂസ് ചെയ്യുന്ന ഏതാ, നോക്കാറ് ഏതാ? മേ ബി നേരത്തെ ഇൻട്ര ആയിരുന്നു, ഇപ്പോൾ ഇൻട്ര കോമൺ ആയതുകൊണ്ട് അങ്ങനെ പോവില്ല. കൂടുതൽ EV ആണ് പോകുന്നത്. പിന്നെ V15 പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഇൻട്രയിലാണെങ്കിൽ തന്നെ AMC എപ്പോഴും സർവീസാണ് എല്ലാവരുടെ ഒരു കൺസേൺ. ഇപ്പോൾ AMCയുടെ സ്കീം കൊടുക്കുന്നുണ്ട്, 3 വർഷം 75,000 കിലോമീറ്റർ. ഇൻട്ര ഇതിന് പിന്നെ ബ്രേക്ക് ബൂസ്റ്റർ വരുന്നുണ്ട് നമ്മുടെ ഇൻട്ര V30യിൽ. സഡൻ ബ്രേക്കിംഗ് ആണ്. നമ്മൾ സാധാരണ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നീങ്ങിയിട്ടാണ് നിൽക്കുക. പക്ഷേ ഇൻട്ര അങ്ങനെയല്ല, സഡൻ ആയിട്ട് അവിടെ നിന്ന് അത്രയും സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാർ ലൈക്ക് കംഫർട്ട്. കാറിൻ്റെ ആ ഒരു കംഫർട്ട് ഇതിനകത്ത് കിട്ടും. അപ്പോൾ എന്തായാലും ബിന്ദുമാൻ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ റിവ്യൂ പോലെ തന്നെ കാര്യങ്ങൾ ഇപ്പം BS6 Phase 2 വന്നപ്പോഴത്തേക്ക് ഇൻട്രാ V30 കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തു. അങ്ങനെ എല്ലാ വെഹിക്കിൾസും BS6 Phase 2 ഇപ്പോൾ വന്നിട്ടുണ്ട്. ടെസ്റ്റ് ഡ്രൈവ് എടുക്കേണ്ടവർക്കും കാര്യങ്ങളും വൺ ഡേ ഓണർഷിപ്പ്, ടെസ്റ്റ് ഡ്രൈവ് എന്നല്ല വൺ ഡേ ഓണർഷിപ്പ് വേണ്ടവർക്കൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. അവരുടെ ആപ്ലിക്കേഷന് പറ്റുന്നതാണോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ഡ്രൈവ് എടുക്കട്ടെ കേട്ടോ. താങ്ക് യു. വരും. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അപ്പം ഞാൻ നമ്മുടെ V30 ജസ്റ്റ് ഇപ്പോൾ വൺ ഡേ ഓണർഷിപ്പ് ആ ഒരു രീതിക്ക് എടുത്തോണ്ട് വന്നതാണ്. കുറച്ച് ദൂരമൊക്കെ ഒന്ന് ഓടിച്ചു ജസ്റ്റ്. അപ്പം വെഹിക്കിൾസ് ഒക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. കാരണം നമ്മുടെ ആ ഒരു പർപ്പസിന് വിത്ത് ലോഡിലും അല്ലാതെയും ഡ്രൈവേഴ്സിനൊക്കെ ആണെങ്കിലും ഒന്ന് ഓടിച്ചു നോക്കാൻ വേണ്ടി. കാരണം ഡ്രൈവേഴ്സിൻ്റെ കംഫർട്ട് വളരെ അത്യാവശ്യമാണല്ലോ. അപ്പോൾ അവർക്ക് ദൂരത്തേക്ക് ഓടിക്കുമ്പോഴേ കറക്റ്റ് ആ ഒരു വെഹിക്കിൾ എങ്ങനെയുണ്ടെന്ന് കറക്റ്റ് പെർഫോമൻസ് അറിയാൻ വേണ്ടി ഓപ്ഷൻ ഉള്ളൂ വിത്ത് ലോഡിലൊക്കെയും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ എന്തായാലും ടാറ്റ മോട്ടോഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഈ ഒരു വൺ ഡേ ഓണർഷിപ്പ് എന്നുള്ളൊരു കാര്യം വന്നുകൊണ്ട് തന്നെ എല്ലാ വെഹിക്കിൾസ് എടുക്കാൻ പോകുന്നവർക്കും വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഈ ഒരു അവസരം മാക്സിമം എല്ലാവരും ഒന്ന് ഉപയോഗിക്കുക. അപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഇതൊരു പുതിയ അറിവാണ് എനിക്കും. അപ്പം നിങ്ങൾക്ക് പുതിയ അറിവുകളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.